ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിത്തണ്ട് വെച്ചിട്ട് ഉപ്പേരിയാണ്. അപ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഇത് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പപ്പടക്കോല് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിന് നാര് കിട്ടും, അത് കളയണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു ചണ്ടി പോലെ കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പപ്പടക്കോലിൻ്റെ മുകൾ ഭാഗത്തൊരു റൗണ്ടിലൊരു ഭാഗം ഉണ്ടാവില്ലേ, ആ ഭാഗം വെച്ചിട്ട് നമ്മൾ ഇത് ചുറ്റിച്ചെടുത്താൽ ഇങ്ങനെ അതിൻ്റെ നാര് അതിലിങ്ങനെ കുടുങ്ങും. അപ്പോൾ അങ്ങനെ കളയുക. ഒരു 4-5 തവണ അങ്ങനെ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. ഇനി ഇത് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള മുതിര ചേർത്ത് കൊടുക്കാം. മുതിരക്ക് പകരം ചെറുപയർ, അതുപോലെ തന്നെ വൻപയർ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 4-5 വിസിൽ. ഓരോരുത്തരെ കുക്കർ അനുസരിച്ചിട്ട് വേവ് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വിസിലാണ് അടുപ്പിക്കാൻ പോകുന്നത്. ഓഫ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിത്തണ്ടൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ല കേട്ടോ, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് വറവിട്ടെടുക്കുക. അതിനായിട്ടൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നോ രണ്ടോ മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉണ്ണിത്തണ്ട് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഉണ്ണിത്തണ്ട് അഥവാ വാഴപ്പിണ്ടി എന്ന് പറയുന്നതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ ഉണ്ണിത്തണ്ട് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറക്കാൻ, അതുപോലെ തന്നെ യൂറിക് ആസിഡ് കുറക്കാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് അല്പം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഉണ്ണിത്തണ്ട് മുതിരുപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.